ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സാധാ ചോറാണ്. നമ്മൾ തലേന്ന് ബാക്കി വരുന്ന ചോറൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നമ്മൾ പിറ്റേന്ന് കളയലല്ല സാധാരണ. അപ്പോൾ നമ്മളത് കളയാതെ നമ്മളിങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 മണിക്കൊക്കെ ചായൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. അപ്പോൾ അതാ ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനുള്ള എരിവിനുള്ള മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. അപ്പോൾ ഇതുപോലെ ആ മസാലകൾ നമ്മുടെ ചോറിൽ മുഴുവനായിട്ടും ഒന്ന് പിടിപ്പിച്ച് കൊടുക്കുക കൈ കൊണ്ട് തന്നെ. ഇതിപ്പോൾ ദാ ഞാൻ ചോറിൽ നന്നായിട്ട് തന്നെ കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചോറ് ഉണക്കിയെടുക്കുകയാണ് വേണ്ടത്. വെയിലത്ത് വെച്ചിട്ട്, നല്ല വെയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം തന്നെ ഉണങ്ങി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ 2 ദിവസം വെയിൽ കൊള്ളിച്ചാൽ മതി, നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടും. ഞാനിപ്പോൾ നാട്ടിലല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. ബാൽക്കണിയിൽ ഒരു ചെറിയ ഷീറ്റ് വിരിച്ചിട്ട് ഞാൻ അതിലൊന്ന് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കൈകൊണ്ട് പരത്തി ശരിയാക്കിയിട്ടൊന്ന് വെയിലത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ അതാ എനിക്കൊരു ദിവസം കൊണ്ട് തന്നെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നമ്മൾ വേവിക്കുന്നതിന് മുമ്പ് അരി ഉണ്ടാവില്ലേ, അതുപോലെ നമുക്കിത് ഉണങ്ങി കിട്ടും. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ചൂടായി വരുന്ന എണ്ണയിലേക്ക് നമ്മൾ ഇതിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് തീ കുറച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് അടിഭാഗവും മുകൾ ഭാഗവും ഒക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അടിയിട്ടത് ഫ്രൈ ആവാതെ അവിടെ കിടക്കുന്നുണ്ടാവും. തീ നിങ്ങൾ ചൂടിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഡാർക്ക് കളറായി വരണം. അപ്പോഴാണിത് ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയി വരിക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ അരി കടിക്കുന്ന പോലെ ഒരു കടി വരും. അപ്പോൾ ഒരു എന്താ പറയുക, റെഡും അല്ല ബ്രൗണും അല്ല, ഇതാ ഈ കളറാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇത് നല്ല ക്രിസ്പി ആയിക്കാറ് കേട്ടോ. കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ചായൻ്റെ കൂടെയൊക്കെ ആകുമ്പം കുറച്ച് എരിവും കൂടെ ഇട്ടുകൊണ്ട് തന്നെ നമുക്കൊരു മിക്സ്ചറൊക്കെ കഴിക്കുന്ന പോലെ തന്നെ ഒരു ഫീൽ വരും. അപ്പോൾ അതാ ഞാൻ ബാക്കിയുള്ളത് കൂടെ ഈ എണ്ണയിൽ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം കൂടെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. ഇത് നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് കേട്ടോ. ഉണക്കി കഴിഞ്ഞിട്ട് എത്ര ദിവസം വേണമെങ്കിലും കുപ്പിയിൽ വെള്ളമില്ലാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതാ ഞാനൊക്കെ ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളിത് ഇതിന് മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ.